ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോയുമായിട്ടൊന്നുമല്ല. നമ്മുടെ പഴയ സെൽഫി സ്റ്റിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒടിഞ്ഞ് പറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വേറെ പുതിയത് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് എന്ന്. ആണ് ഈ സാധനം വന്നത്. ഓപ്പൺ ചെയ്യാം. ഇത് പഴയ സെൽഫി സ്റ്റിക്കിൻ്റെ അത്ര നീളമൊന്നും ഇതിനില്ല, പക്ഷേ അത്യാവശ്യം നല്ല സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഓർഡർ ചെയ്തത്. എൻ്റെ പേര് സെൽഫി സ്റ്റിക്ക് R1S RIS വരട്ടെ. പാക്കിങ്ങൊന്നും വലിയ കുഴപ്പമില്ല. ഇതെല്ലാം ഉണ്ട്, അതിലൊന്നുമില്ല. ഇങ്ങനെയാണ് സാധനം വന്നിരിക്കുന്നത്. കയ്യിൽ ഒതുങ്ങുന്ന സിമ്പിൾ സാധനം. പാക്കറ്റ് ഇങ്ങനെ പതുക്കെ മാറ്റുകയാണ്. ഇതിൻ്റെ അകത്ത് എണ്ണേണ്ട സാധനം ഉണ്ട് കേട്ടോ, ഈ കോഡിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് ആ സാധനം. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിനെന്തായാലും നീളം വരുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ബൾബ് ചാർജ് ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവം കൂടെ എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് കുത്തിയിട്ട് വേണമായിരിക്കും ഈ ബൾബ് ചാർജ് ചെയ്യാൻ. ഒരുപാട് നീളമൊന്നും ഇതിന് കിട്ടത്തില്ല, അത്യാവശ്യം ഒരു കൈയുടെ വലിപ്പം കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു സെൽഫി സ്റ്റിക്കിലുള്ള ഒരു വ്യൂ. സംഭവം കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും. ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ലൈവൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. അതുപോലെ ഇതിൻ്റെ മേളിലൊരു ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ രാത്രി നമുക്ക് അതിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ കുറേ പേപ്പറും പിന്നെ ഈ ഒരു കവറുമാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ. പിന്നെ ഈ ചാർജർ ഉണ്ട്, കണക്ടർ പിന്ന്. ഇതിൻ്റെ അകത്ത് ഈ സെൽഫി സ്റ്റിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുള്ളത്. ബ്ലൂടൂത്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് കൊണ്ടും ഇതിൻ്റെ പരിപാടിയൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ടും ഈ സാമാനത്തിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ഇതെന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല, ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഗായ്സ്, നമുക്കിതിൻ്റെ വെട്ടം എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വെട്ടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ചെറിയ വെട്ടമുണ്ട്. അത്യാവശ്യം ഒരു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ രാത്രിക്ക് നമ്മുടെ ഫേസ് മാത്രം കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടൊന്നും വലുതായിട്ട് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒരു വലിയൊരു സെറ്റപ്പൊന്നും തോന്നിക്കുന്നില്ല വെട്ടം കണ്ടിട്ട്. പ്രൊഫഷണലായിട്ട് രാത്രിക്കൊക്കെ ഈ ഒരു സാധനം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെയും തട്ടി വീഴാനാണ് സാധ്യത. അതിന് മാത്രമുള്ളൊരു വെട്ടമൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടമെന്ന് വേണേൽ പറയാം. ഇപ്പം കണ്ണിലേക്കും കൂടെ അടിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതിന് ഞാൻ 5 സ്റ്റാറിൽ ഒരു 3.5 സ്റ്റാർ നൽകുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം എന്ന് പറയാം. ഒരു തുടക്കക്കാരന് പറ്റിയ ഒരു സാധനം തന്നെയാണിത്. വലിയ വില വരുന്നില്ല, ഒരു 250 രൂപ അടുത്ത് ഇതിൻ്റെ വിലയായുള്ളൂ. 246 രൂപയായുള്ളൂ. അതുകൊണ്ട് തന്നെ വിലയ്ക്കൊത്ത ഒരു സാധനമുണ്ട്. 500 രൂപയ്ക്ക് ഇതിനെ കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. പക്ഷേ ഈ 250 രൂപയ്ക്ക് അതിൻ്റെ ഒപ്പം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ ഒപ്പം കിട്ടത്തില്ലല്ലോ. അതാണ് ഇതിന് അതിനുള്ള ഒരു 246 രൂപയ്ക്കുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 300 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അതിൽ ലൈറ്റില്ല, ഇതിൽ ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ചെറിയ സാധനത്തെ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.